11 ദിവസങ്ങൾക്ക് ശേഷം ദേശീയപാതയിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ട വഴി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്നാണ് 11 ദിവസം മുമ്പ് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞത്. നല്ല കാലാവസ്ഥയുണ്ടായിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. ഇതുമൂലം വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദുരിതത്തിലായതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയായിരുന്നു. മെയ് 25 മുതൽ കുപ്പം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ കുപ്പം ഏഴോം നെരുവമ്പ്രം വഴി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെത്തിയും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ളവ ചുടലയിൽ നിന്നും മുക്കുന്ന് റോഡിലേക്ക് പ്രവേശിച്ച് കുപ്പത്തെത്തിയുമാണ് ദേശീയപാത വഴി സർവീസ് നടത്തിയിരുന്നത്. അതേസമയം കപ്പണത്തട്ടിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ടുതട്ടായി തിരിച്ചിരിക്കുകയാണിപ്പോൾ. ഇതിന്റെ അടിഭാഗത്ത് കരിങ്കൽ ചേളുകൾ കൂട്ടിയിട്ട് ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു. ഇതിനോട് ചേർന്ന് ജില്ലിപ്പൊടി നിറച്ച ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇവ നിരങ്ങി നീങ്ങാതിരിക്കാൻ മറ്റൊരു ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും ഉയരത്തിൽ വെള്ളമിറങ്ങി ഇടിയാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വിരിച്ചിരിക്കുന്നു. മഴ വന്നാൽ ദേശീയപാതയുടെ താഴെ ഭാഗത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകി എത്താതിരിക്കാനുള്ള മുൻകരുതലും കരാർ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട്. 34 വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്, OT ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ, പ്രീ പ്രൈമറി TTC, ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ MBA, BBA, MCom, BCom, +2 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി.